ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ടഫായിട്ടുള്ള ഒരു പൊസിഷനായിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. പലരും ലീഡർഷിപ്പ് പൊസിഷൻ ഏറ്റെടുക്കാൻ ഒരു മടി എപ്പോഴും കാണിക്കാറുണ്ട്. അത് വളരെ സിമ്പിളായ ഒരു റീസണാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇംപെർഫെക്റ്റ് ഹ്യൂമൻ ലീഡിങ് എ ഗ്രൂപ്പ് ഓഫ് ഇംപെർഫെക്റ്റ് ഹ്യൂമൻ ആണ്. രണ്ടുപേരും പെർഫെക്റ്റ് അല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഫിഷൻ, കൺഫ്യൂഷൻ, ഫ്രസ്ട്രേഷൻ ഇതെല്ലാം എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ലീഡർഷിപ്പ് റോളിൽ. അപ്പോൾ തൻ്റെ ഒപ്പമുള്ളവർക്കും തനിക്കും തെറ്റുകൾ പറ്റാമെന്നുള്ള ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ലീഡർഷിപ്പിൽ വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഐ ആം എ പെർഫെക്റ്റ് പേഴ്സൺ, എൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ളവർക്കാണ് മിസ്റ്റേക്സ് പറ്റൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ടീമിനെ ലീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും വളരെ മിസറബിളായിട്ട് നിങ്ങൾ ഫെയിലിയറായി പോകും. നിങ്ങളുടെ ടീമിൻ്റെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. തൻ്റെ ഒപ്പമുള്ള ഒരാൾക്ക് തെറ്റുകൾ പറ്റുന്ന പോലെ തന്നെ തനിക്കും തെറ്റുകൾ പറ്റാമെന്നുള്ള ലീഡറുടെ ബോധ്യം, അത് ഒരുമിച്ച് സോൾവ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ്, ഇതെല്ലാമാണ് ഒരു നോർമൽ ലീഡറിൽ നിന്ന് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡറെ സെപ്പറേറ്റ് ചെയ്ത് നിലനിർത്തുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ആർ എ ഇംപെർഫെക്റ്റ് ഹ്യൂമൻ, യു ആർ നോട്ട് പെർഫെക്റ്റ്. നിങ്ങൾ ടീം മെമ്പേഴ്സും പെർഫെക്റ്റ് അല്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു കോമൺ ഗോളിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് വേണം ആ ഗോളിൽ എത്തേണ്ടത് എന്നിട്ടുള്ള പൂർണ്ണമായൊരു ബോധ്യമാണ്. നിങ്ങൾ ലീഡർഷിപ്പ്, മാനേജ്മെൻറ്റ്, സെയിൽസ് ഈ മേഖലകളിൽ താല്പര്യമുള്ള ഒരാളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ചെറിയ കോട്ടുകളും ചെറിയ ചെറിയ ഇൻഫോർമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.